ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഐശ്വര്യ വേണുഗോപാലൻസ് അരങ്ങേറ്റം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഒരു ഈവനിങ് തൊട്ട് രാത്രി വരെയുള്ള ഒരു കുട്ടി വ്ലോഗ് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും തുടങ്ങല്ലേ. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഐശ്വര്യ വേണുഗോപാലൻസ് അരങ്ങേറ്റം. ഇന്ന് ഞങ്ങളുടെ അവിടെ ഒരു 3 മണി നേരത്തൊക്കെ അത്യാവശ്യം കൊള്ളാവുന്നൊരു മഴയൊക്കെ പെയ്തിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീടിൻ്റെ ഇറയത്ത് തിണ്ണേന്ന് കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളിങ്ങനെ വീടിൻ്റെ ഇറയത്ത് ഇതിനെ തിണ്ണാന്നാണ് കേട്ടോ പറയാം. അപ്പോൾ ഈ തിണ്ണയിൽ വന്നിരുന്നിട്ടായിരുന്നു മഴ ആസ്വദിക്കാറ്. പണ്ടൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ കണ്ണ് വെട്ടിച്ചിട്ടാണ് ശരിക്കും ഇവിടെ വന്നിരിക്കുക. അല്ലെങ്കിൽ ഞങ്ങളോട് ഇങ്ങനെ ഇങ്ങോട്ട് കാലിട്ട്, അതായത് മുറ്റത്തോട്ട് കാലിട്ട് ഇരിക്കേണ്ടത് കണ്ട അച്ഛനൊക്കെ വഴക്ക് പറയായിരുന്നു കേട്ടോ. അത് കാരണം കുറച്ച് വലുതായപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് തുടങ്ങിയത്. അതിന് മുമ്പ് ഞങ്ങൾ അച്ഛൻ്റെ അച്ഛൻ്റെയൊക്കെ കണ്ണ് വെട്ടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഒരു ദിവസം എൻ്റെ കൂടെ കളിക്കണം വന്നൊരു കുട്ടി ഇവിടുന്ന് ഇങ്ങനെ കാലിട്ടിരുന്ന് മറിഞ്ഞിട്ട് ആ കുട്ടിക്ക് നെറ്റിയൊക്കെ പൊട്ടി ഒരു പ്രശ്നമൊക്കെ പറ്റി കേട്ടോ. അതുപോലെയാണ് ഞങ്ങൾക്ക് ഇവിടെ സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കരുതെന്ന് പറഞ്ഞത്. നാളെ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അമ്പലത്തിലോട്ടൊന്ന് പോകണം. അപ്പം ഞാൻ കുറച്ചൊന്നുമില്ല, ഒരു ഡ്രസ്സ്, എനിക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഞാൻ ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. പണ്ട് എനിക്ക് ഈ ഡ്രസ്സ് ലൂസായിരുന്നു, ഇപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ടൈറ്റായി കേട്ടോ. ഇതിന് പുഴക്കം കുറയ്ക്കാൻ വല്ലതുണ്ടോ നോക്കണം. അങ്ങനെ വെച്ചാൽ ഇന്നിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ആകെ വീർത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ അത്ര ഇഷ്യൂ ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെ വെച്ചാൽ ഞാൻ രാവിലെ ഇതഞ്ഞിടും. നാളെ ഇവിടെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കും കേട്ടോ. കാരണം ഞായറാഴ്ചയാണ്. ശനിയാഴ്ച ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ ഞായറാഴ്ച പലഹാരം നിർബന്ധം. അപ്പോൾ അമ്മ നാളേക്കുള്ള മാവ് അരച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇഡ്ഡലിയാവും. അപ്പോൾ 4 മണി ഒക്കെ ആയപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ച വെള്ളയപ്പം കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളിങ്ങനെ കഴിക്കും കേട്ടോ. 4 മണിയാകുമ്പോൾ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി വെച്ച് ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ 4 മണിക്ക് ചായയുടെ ഒപ്പം കഴിക്കും. ഞാൻ പൊതുവേ ചായ കുടിക്കാറില്ല, വെറുതെ പച്ചവെള്ളത്തിൻ്റെ ആളാണ് ഞാൻ. അപ്പോൾ അമ്മ അരച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇത് കഴിക്കാൻ പോവാണ് കേട്ടോ. രാവിലെ അപ്പോൾ ഉരുളൻകിഴങ്ങ് മസാലക്കറി പോലെ ഇത്തിരി വെള്ളം അധികം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത്ര ലൂസാക്കണ്ട, പക്ഷെ ഞങ്ങൾക്ക് കുറേ കറി വേണമെന്ന് പറയുന്നത് അതേപോലെയാണ്. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് പൊതുവേ കുറേ കറി കണ്ടാലാണ്, അല്ലെങ്കിൽ കുറച്ച് ചാറ് അധികം തോടെ കണ്ടാലാണ് ഒരു തൃപ്തിയും മനസ്സമാധാനം. ഞാനൊക്കെ വെക്കുക ഇത്ര ചാറാക്കില്ല കേട്ടോ. ഞാനും ഉണ്ണിയൊക്കെ വെക്കുക ഇത്രയും കൂടി കട്ടിയിലാണ് വയ്ക്കുക. അമ്മ ഭയങ്കര വെള്ളം പോലെയാണ് വയ്ക്കുക. നാളെ അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവ് അമ്മ അരച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ അപ്പോൾ ഇവിടെ 4 മണി അപ്പോൾ വെള്ളയപ്പം കഴിക്കാൻ വെച്ചു. കാണുന്നുണ്ടോ? ഓക്കെ, കഴിക്കാൻ വെച്ചു. പിന്നെ ചായ ഇവിടെ അച്ഛൻ മാത്രമേ കുടിക്കുള്ളൂ ഈ ടൈമിൽ, പിന്നെ അമ്മയും കുടിക്കുള്ളൂ. അപ്പോൾ വെള്ളയപ്പം കഴിക്കാം. ഉണ്ണിയൊക്കെ നേരത്തെ കഴിച്ചു. അപ്പം നമുക്ക് എന്തായാലും നാളെ ഞങ്ങൾ ഒരു അമ്പലത്തിൽ ഗണപതി ഹോമമുണ്ട്. അപ്പം എന്തായാലും നാളെ അമ്പലത്തിലോട്ടൊന്ന് പോകണം. അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ, നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പം എന്തായാലും നാളെ അമ്പലത്തിലോട്ട് പോകും. പിന്നെ ഇപ്പോൾ മഴയൊക്കെ തുറന്നിട്ടുണ്ട്. അങ്ങനെ അപ്പം എന്തായാലും കുറച്ച് കഴിഞ്ഞ് കാണാം. അമ്മ ഇവിടെ മാവൊക്കെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മ അടിച്ച് വരിക. അപ്പോൾ ഞാനപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. കുറച്ച് കപ്പലിൻ്റെയും ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലിൻ്റെ അല്ല കേട്ടോ, പച്ച കപ്പലിൻ്റെയാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഇവിടെ തൃശ്ശൂർ കുട്ടല്ലൂർ ഭാഗത്തായിട്ട് ഹൈലൈറ്റ് മോൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ താഴത്തെ സെക്ഷൻ ഇവിടെ ഹൈലൈറ്റ് മോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ കുട്ടല്ലൂർ അടുത്തായിട്ട് ഹൈലൈറ്റ് മോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്തെ സെക്ഷൻ ലുലു മോളാണ്. ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് അങ്ങോട്ട് പോവുക. പച്ചക്കറിയൊന്നും വാങ്ങാൻ പറ്റില്ല, കാരണം പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയാണ്. നമ്മുടെ സാധാ കടകളിലത്തെ വിലയെക്കാട്ടും എനിക്കവിടെ വില തോന്നി. പിന്നെ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ പോയി വാങ്ങാം. ഇനിയിപ്പോൾ ഓണത്തിനൊക്കെ ഓഫർ വയ്ക്കുമായിരിക്കും. പക്ഷെ നട്ട്സ്, ഈന്തപ്പഴം, സീഡുകൾ, അതിനൊക്കെ നല്ല ലാഭമാണ് കേട്ടോ. ലാഭം എന്ന് പറയുന്നത് അതിനേറ്റവും അധികം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. പച്ചക്കറിയൊക്കെ എനിക്ക് സാധാ നമ്മുടെ അടുത്ത പോലെ ഇങ്ങനെ തോന്നി, പക്ഷേ വില കൂടുതലാണ്. അപ്പം ഞാൻ ബദാമൊന്നും ഞാൻ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ കഴിക്കെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് നട്ട്സും ഒരു ഈന്തപ്പഴം കഴിക്കാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴിക്കാം.
പിന്നെ എൻ്റെ മുടി കിട്ടിയത് എങ്ങനെയുണ്ട്, ഞാൻ കുറച്ച് ദിവസമായി ഇത് കിട്ടി പരീക്ഷിക്കണം. എനിക്ക് ലോങ് ഹെയർ ഉള്ള ടൈമിൽ എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ അത്ര എന്താ പറയുക കെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒന്ന് കെട്ടി വരുമ്പോഴേക്കും മുടി ജട പിടിക്കും. ഇത് ഞാൻ കണ്ണാടി പോലും നോക്കാണ്ട് കിട്ടിയതാണ് കേട്ടോ. ഏകദേശം ശരിയായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ സ്പോർട്സ് ഗേൾസിൻ്റെ ഒക്കെ അമ്മതേ മിക്സി ഓണാക്കിയിട്ടുണ്ട്. ഫുൾ അരച്ച് കഴിഞ്ഞിട്ടില്ലേ തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, അപ്പോഴേക്കും നമുക്കിത് കഴിക്കാം. അപ്പം ഈ ഹെയർ സ്റ്റൈൽ സ്പോർട്സിലുള്ള ഗേൾസിൻ്റെ പോലെയിൽ ഞങ്ങളുടെ കോളേജിൽ ഖോഖോ കളിക്കണവർ ചേട്ടാ തൊണ്ടേന്ന് ഇറങ്ങാത്ത പോലെ. അപ്പോൾ ഖോഖോ കളിക്കണവരൊക്കെ അങ്ങനെ കളിക്കണ പെൺകുട്ടികൾ ഇങ്ങനെ മുടി കെട്ടാറുണ്ട്. അന്നേ ഞാൻ ഈ ഹെയർ സ്റ്റൈൽ നോട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് യൂട്യൂബ് നോക്കിയൊക്കെ പഠിച്ചു. പക്ഷേ പ്രാക്ടിക്കൽ തിയറി സെക്ഷൻ്റെ കറക്റ്റായിരുന്നു, പക്ഷേ പ്രാക്ടിക്കൽ സെക്ഷൻ അത്ര കൊള്ളാവുന്നതായിരുന്നില്ല. മുടി കെട്ടിയതിന് ശേഷം ഞാൻ ഒരു ദിവസം ഒന്ന് പരീക്ഷിച്ചു, സക്സസ് ആയി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ലോങ് ഹെയർ ഉണ്ടെങ്കിൽ കുറേ ഹെയർ സ്റ്റൈൽ നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഷോർട്ട് ഹെയറുകാർക്കും ഈ ലോങ് ഹെയറിൻ്റെ കുറേ ബെനിഫിറ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ഡ്രസ്സൊക്കെ നേരടിക്കണമെന്ന് പറഞ്ഞാൽ ലോങ് ഹെയർ ആണെങ്കിൽ അമ്മ വീണ്ടും നമുക്ക് ആ മുടി അഴിച്ചിട്ട് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ അമ്മയുടെ അര മിക്സിയിലുള്ള അര കഴിഞ്ഞിട്ടില്ലേ, നാളേക്കുള്ള ഇഡ്ഡലിക്കുള്ള മാവരയ്ക്കും, അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു സന്ധ്യയ്ക്ക് മുന്നേ, അതായത് ഒരു 5:30-ക്കുള്ളിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്, അതായത് രാത്രി ഭക്ഷണം. അപ്പോൾ എനിക്ക് ആ ടൈമൊക്കെ ആയാൽ ഭയങ്കര വിശപ്പാവും കേട്ടോ. പിന്നെ രാത്രി വിശക്കില്ല. ഞാൻ 12 മണിയായിട്ട് കിടന്നാൽ എനിക്ക് രാത്രി വിശക്കില്ല. കാരണം ആദ്യത്തെ ഒരാഴ്ചക്ക് പ്രയാസമാവും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വണ്ണം കുറയ്ക്കാനോ ഞാൻ എന്തെങ്കിലും ഡയറ്റോ ഒന്നും വേണ്ട. എനിക്ക് രാത്രി നേരം വൈകി ഭക്ഷണം കഴിച്ചെങ്കിൽ ഭയങ്കര വയറുവേദനയാണ്, വയറിനൊട്ടും സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ ഒരു 7 മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പതുക്കെ ഞാൻ സമയം ഒന്ന് വീണ്ടും കുറച്ച് ഒരു 6 മണി നേരമാക്കി. ഇപ്പം ഞാൻ ഒരു 5 മണിയാവുമ്പോൾ ഭക്ഷണം കഴിക്കും കേട്ടോ. വീട്ടിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ കേട്ടോ. വേറെ എവിടേക്കെങ്കിലും കസിൻസിൻ്റെ വീട്ടിലേക്കൊന്നും പോയാൽ നമുക്ക് ഇത് പ്രാക്ടിക്കലാവണം എന്നില്ല. എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് മുന്നോട്ട് പോകാറ്. അപ്പോൾ ഇന്ന് കഴിക്കാൻ എന്തൊക്കെയുണ്ട് നോക്ക്. ചോറുണ്ട്, പിന്നെ മോരുകറിയാണ് കേട്ടോ. ഇന്നലെ വെച്ച മോരുകറിയാണ്. ഞാൻ ഇന്ന് വെച്ച ചക്കക്കുരു ഉച്ചയ്ക്ക് കഴിച്ചല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് മോരുകറി. സാമ്പാറിനെക്കാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം മോരുകറി. അതും കുമ്പളങ്ങി ഇട്ടിട്ടാണ് വെച്ചത്, എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ദാ ഒരു ഉണക്കമീൻ വറുത്തതാണ് കേട്ടോ. പിന്നെ ഇന്നലെ വൈകുന്നേരം വെച്ച കൊപ്രയുടെ, അതായത് വാഴക്കുടപ്പൻ്റെ ഉപ്പേരി. പിന്നെ ഞാൻ പതിവ് പോലെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഇനി ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിച്ചേക്കാം. കുറച്ച് ചോറ് എടുത്തുള്ളൂ കേട്ടോ. രാത്രി ഞാൻ വെള്ളയപ്പൊക്കെ കഴിച്ചല്ലോ. അപ്പം വയറ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഒരു മിനിറ്റ്, ഞാൻ ബാക്കൗട്ട് ഇത്തിരി ഇറങ്ങിയിരിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് കാണില്ല. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളാണ് വയറ്. എന്നാലും എനിക്ക് രാത്രി ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ ചോറ് കഴിക്കും. അപ്പോൾ കുറച്ച് ചോറുള്ള കാരണം കൊണ്ട് തന്നെ എനിക്ക് കറികൾ കുറേ ഉണ്ടെങ്കിൽ കുറേ ചോറ് ശരിക്കും വേണം. പക്ഷേ ഞാൻ ഈ അടുത്ത് ഒരു ജനുവരി തൊട്ട് ഭയങ്കര അധികം തടി വെച്ചു. എൻ്റെ ഡ്രസ്സുകളൊന്നും ശരിക്കും കൊള്ളാണ്ടായി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഞാൻ തടി വെച്ചു. എങ്ങനെയാണ് ഇത്ര അധികം തടി വെച്ചതെന്ന് എനിക്ക് തന്നെ ഒരു ബോധമില്ല. സ്ട്രെസ്സ് കാരണമാണോ എങ്ങനെയാണ്? ഞങ്ങൾക്ക് PGയുടെ ഫൈനൽ സെമസ്റ്ററിൽ ഒരു പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. അത് ചെയ്ത് സ്ട്രെസ് അടിച്ചിട്ടാണോ ഒന്നും അറിയില്ല, എങ്ങനെയാണെന്നറിയില്ല. അപ്പം ഞാൻ ഒരു മെയിൽ തൊട്ട് വണ്ണം കുറയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വെയിറ്റ് നോക്കണ മെഷീനൊന്നും വീട്ടിലില്ല. അപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചാൽ ഞാൻ ഒരു ടൈലറിങ് ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് അളന്ന് നോക്കും, നമ്മുടെ ബോഡി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തടിയുള്ളപ്പോൾ. എന്നിട്ട് ഇപ്പോൾ ഉള്ള അളവും ഒന്ന് അതിൽ മാർക്ക് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ ചെയ്തേ. അപ്പോൾ 1 ഇഞ്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് വലിയ കാര്യമായിട്ട് കുറഞ്ഞിട്ടില്ല. എന്നാലും എൻ്റെ ഫേസിനൊക്കെ എനിക്ക് അല്പം മെലിഞ്ഞ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കണ്ണിൽ ചിലപ്പോൾ മെലിഞ്ഞിട്ടാവില്ല, പക്ഷേ എൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു മെയില്. അവൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ എന്ന് പറയുന്നത് കറക്റ്റ് തടിച്ചായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ചെറുപ്പം തൊട്ടേ ഇത്തിരി എന്താ പറയുക മെലിഞ്ഞിട്ടും ഇല്ല തടിച്ചിട്ടും ഇല്ലാത്ത ഒരു ശരീരപ്രകൃതിക്കാരിയാണ്. അപ്പോൾ കറിവേപ്പിലൊക്കെ നമ്മൾ
ശരിക്കും കഴിക്കണം. ഞാൻ കഴിക്കും കേട്ടോ, ഞാൻ മാറ്റി വെക്കില്ല. ഇതൊക്കെ ആദ്യം പറക്കിയെടുക്കും, എന്നിട്ട് ഒന്നിച്ച് ഒരു ഈ കറിവേപ്പിലൊക്കെ എടുത്ത് കഴിക്കും. എല്ലാവരും കഴിക്കില്ല, എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്, അത് കാരണം ഞാൻ ഇങ്ങനെ കഴിക്കും. എന്നിട്ട് നന്നായി ചവച്ചിറക്കി വെള്ളം കുടിക്കും. ഇങ്ങനെയാണ് ഞാൻ ചോറ് കഴിക്കുക കേട്ടോ. എൻ്റെ കറിവേപ്പില വരെ ബാക്കി ഉണ്ടാവില്ല, അതെല്ലാം കൂട്ടി കുഴച്ച് കഴിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ചോറ് എടുക്കാനുള്ള ടെൻഡൻസി വരും. ഞാൻ ചോറ് കൂട്ടി കുഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ തലച്ചോറിനോട് ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, ലാസ്റ്റ് ട്രിപ്പാണെന്ന്, അങ്ങനെ ഒരു ഇതാണ്. അപ്പം നമുക്ക് വീണ്ടും എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. ഞാൻ പക്ഷെ പെട്ടെന്നുള്ള വെയിറ്റ് ലോസ് ഉദ്ദേശിക്കുന്നില്ല, കാരണം ഞാൻ ജിമ്മിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറഞ്ഞൊന്നുമില്ല. 1 കിലോയാണ് ശരിക്കും 1 മാസം പോയിട്ട് കുറഞ്ഞത്. ഗേൾസിന് പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ അത്ര എളുപ്പമല്ല, അല്ലെങ്കിൽ ഡെയിലി പട്ടിണി കിടക്കണം. പക്ഷെ എൻ്റെ ബോഡി അത്ര ആരോഗ്യമുള്ള ബോഡിയല്ല, പട്ടിണി കിടക്കാൻ മാത്രം. അപ്പം എന്തിനാ ശരീരത്തിനെ നോവിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കേണ്ട വെച്ചു. അപ്പം ഞാൻ കുറച്ച് ചോറിൻ്റെ അളവ് കുറച്ച് അങ്ങനത്തെ ഒരു മോഡല് ആളുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ ഡയറ്റിനെ പറ്റി അറിയണമെങ്കിൽ ഒരു വീഡിയോ ഇടാം കേട്ടോ, കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി. നമുക്ക് മോര് കൂട്ടാനും മീൻ വറുത്തും ഭയങ്കര ഇഷ്ടം. ഞാൻ പൊതുവെ ഉണക്കമീൻ കഴിക്കാറില്ല, പക്ഷെ മോരൂട്ടുള്ള കാരണം കഴിക്കുക. സാമ്പാറൊക്കെ വെച്ചാൽ ഞാൻ മീൻ പൊതുവെ വറുത്തത് കഴിക്കില്ല. ഞാൻ ഇത്തിരി വെജിനോട് ഇഷ്ടമുള്ള ആളാണ്, എന്നാലും ചിക്കനൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കഴിയും കേട്ടോ, എന്നിട്ട് വരാം. ഇപ്പം തന്നെ ഒരു ബസ് പോകുന്ന സൗണ്ട് കേട്ടില്ലേ? ഒരു 6:05 6:10 ആ നേരത്താണ് ആ ബസ് പോവുക കേട്ടോ. ആ ടൈമിലാണ് ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കൊളുത്താറ് സന്ധ്യയ്ക്ക്. അപ്പോൾ ചില ദിവസം ഞാൻ കൊളുത്തും, ചില ദിവസം അമ്മ കൊളുത്തും. മിക്ക ദിവസം അമ്മയാണ് കൊളുത്താറ്, ഞാൻ അങ്ങനെ എല്ലാ ദിവസമൊന്നും കൊളുത്താറില്ല. അപ്പം ഞാൻ ഇന്നെന്തായാലും കൊളുത്താന്ന് വെച്ചു കേട്ടോ. വിളക്ക് ഞാൻ ഡെയിലി കൊളുത്തിയില്ലെങ്കിലും ചിലപ്പോൾ അമ്മ കൊളുത്തിയാലും ഞാൻ ഡെയിലി നാമം ചൊല്ലുന്ന ഒരാളാണ് കേട്ടോ. എനിക്കെന്തോ സന്ധ്യ നേരത്ത് നാമം ചൊല്ലാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെ ചൊല്ലാറൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച ശീലമാണ്. പിന്നെ ക്ലാസ് ടൈമും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുന്ന നേരമൊക്കെ ആകുമ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞ് രാത്രി ആവാറുണ്ടാവും. അപ്പോൾ ക്ലാസ്സൊക്കെ ഇല്ലാത്ത കാരണമാണ് കേട്ടോ. ഇപ്പം നാമം ചൊല്ലുന്ന നേരത്ത് എൻ്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീശുന്നതുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനില്ല. കാരണം സന്ധ്യ നേരത്ത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിറച്ച് കൊതുവാണ് കേട്ടോ. പിന്നെ വിളക്ക് കൊളുത്തി കാരണം ഫാൻ ഇടാനും പറ്റില്ലല്ലോ. അപ്പോൾ കൊതുവിനെ ആട്ടലും ഉണ്ട്, ഒപ്പം നാമം ചൊല്ലലും ഉണ്ട്. രണ്ടും ഒന്നിച്ച് ഒരേ ഒരു തട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് കേട്ടോ നമ്മൾ ഈ സന്ധ്യ നേരം അങ്ങോട്ട് കഴിക്കണത്. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വാലന്തം വിശ്വതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുനമാമ്യഹം. ഓം ഹ്രീം ഷൗം മുഖം വീരം മഹാവിഷ്ണു ജ്വാലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുനമാമ്യഹം. ഓം വജ്രനഖായ വിദ്മഹേ തീക്ഷ്ണതന്ത്രായ ധീമഹി തന്നോ നാരസിംഹാത് പ്രചോദയാത്. ഓം കാമേശബന്ധമാംഗല്യസൂത്രശോഭിതകന്ദരായ നമഃ. ഓം സ്വാധീനവല്ലഭായേ നമഃ. ഓം കാമധായിന്യേ നമഃ. ഓം സർവമംഗളായേ നമഃ. ഓം ദുഃഖഹന്ത്രിയേ നമഃ. ഓം മഹാപാതകവിനാശിന്യേ നമഃ. ഓം ചാരുരൂപായേ നമഃ. ഓം കുമാഗണനാഥാഭയേ നമഃ. ഓം വിഘ്നനാശിന്യേ നമഃ. ഓം സർവവ്യാധിപ്രശമന്യേ നമഃ. ഓം ജ്ഞാനധായേ നമഃ. ഓം സാമ്രാജ്യദായിന്യേ നമഃ. ഓം സർവലോകശങ്കര്യേ നമഃ. ഓം ശിവജ്ഞാനപ്രദായിന്യേ നമഃ. ഓം പാപാരണ്യധവാനനായ നമഃ. ഓം നിത്യധാരിപുടാരികായേ നമഃ. ഓം ഉദാരകീർത്തയേ നമഃ. ഓം ശിവശക്തി. അങ്ങനെ എൻ്റെ രാത്രി ഭക്ഷണവും നാമം ചൊല്ലലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെ രാത്രി കാണിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ ഞെക്കിയിരിക്കും, അത് കഴിഞ്ഞ് ഒരു 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. അതൊക്കെ ഉള്ളൂ. ഞാൻ പിന്നെ രാത്രി അങ്ങനെ സ്കിൻ കെയർ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താമല്ലേ. അപ്പോൾ
നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളൊരു കമൻറ്റ് എന്തായാലും ഇടുക കേട്ടോ. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈലിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ഒന്ന് ഇട്ടോളൂ കേട്ടോ. കാണാൻ എങ്ങനെയുണ്ട്, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയതാണ് ഗൈസ്. അപ്പോൾ ഹെയർ സ്റ്റൈലിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ നാളെ തന്നെ ഉണ്ടാവും കേട്ടോ. ഡെയിലി ഞാൻ വീഡിയോ ഉണ്ട്, എന്തായാലും ഒരു 300 ദിവസം ഡെയിലി വീഡിയോ, അതാണ് എൻ്റെ പ്ലാൻ. നടക്കുമെന്നറിയില്ല, എന്നാലും നമുക്ക് നടത്തണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഒരു 300 ദിവസം ഞാൻ ഇനി കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുകയായിരിക്കും. ഇത് എന്നോട് തന്നെ ഞാൻ പറയുന്ന ഒരു ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ ഗൈസ്.